എടാ അപ്പേ ഇന്നിപ്പോ ഞാനിങ്ങനെ ഫ്രണ്ട്സിനായിട്ട് വെറുതെ ഉച്ചക്കൊക്കെ ഇങ്ങനെ വെറുതെ മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ മീൻസ് വെറുതെ ഇങ്ങനെ നാട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ നമ്മളൊരു സ്ഥലത്തേക്ക് പോയി മനസ്സൊക്കെ ഭയങ്കര എന്താ പറയാ ഒരു സന്തോഷത്തിലും അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വൈബും നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള ഒരു പ്രദേശമാകുമ്പോൾ നല്ല വൈബുള്ളൊരു സ്ഥലം. എവിടെ നിനക്ക് അറിയണ്ടാവും നമ്മുടെ നാട്ടില് വൈബുള്ള സ്ഥലം എന്ന് പറയണേ നമ്മുടെ പാലൂർക്കോട്ടയല്ലേ? യെസ് യെസ് അതെ പാലൂർക്കോട്ട. നമ്മളെ നാട്ടിൽ അതായത് ഇപ്പൊ നമ്മളിപ്പോ ഈ കൊളത്തൂര് ഭാഗത്ത് നമുക്ക് ഏറ്റവും ആക്സസബിൾ ആയിട്ടുള്ള എന്നാൽ ഒരു സ്ഥലമാണ് പാലൂർക്കോട്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭയങ്കര എന്താ ഒരു വെറൈറ്റി അനുഭവമാണ്, വെറൈറ്റി വൈബാണ്. അവിടെ വരുന്ന ആൾക്കാർക്കും അവിടുന്ന് റിട്ടേൺ പോരുന്ന വരുന്ന മൂഡിലല്ല റിട്ടേൺ പോരുന്ന അല്ലെ, വേറൊരു മൂഡിലാണ് വരണത്. അത് മറ്റേ വെള്ളച്ചാട്ടമൊക്കെ നോക്കിയാൽ വെള്ളച്ചാട്ടം തന്നെ ഒരു 3 സ്റ്റെപ്പ് 3 ലെയർ ആയിട്ടാണ് ചാടുന്നത്. അവിടെ കുളിക്കാൻ വരുന്നവര്, ഫാമിലി ആയിട്ട് വരുന്നവര്, അങ്ങനെ മലപ്രകാരം ഒരു പ്രത്യേക ഒരു സ്ഥലമാണ് ഈ പാലൂർക്കോട്ട പറഞ്ഞത്. ഈ പോയിട്ടുണ്ടോ അങ്ങോട്ട്? ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പോവാറുള്ളപ്പോഴൊക്കെ ഫുള്ള് റഷ് ആവും, ഭയങ്കര തിരക്കും കാര്യങ്ങളും ഫാമിലി ആയിട്ട്. പ്രത്യേകിച്ച് നമ്മളെ മഴക്കാലത്ത് പോവാത്തവർക്ക് ഭയങ്കര വലിയ മിസ്സിങ് ആയിക്കാണ്. അതുപോലെ തന്നെ ധാരാളം വിഷ്വൽ ബ്യൂട്ടിയാണ്. അതെ ഫുള്ള് പച്ച മീൻസ് ആ ഒരു പാറക്കെട്ടും മറ്റേ മരങ്ങളും അതിന്റെ ഇടയിൽ കൂടി ആ ഒരു വരവ് ഒരു വിഷ്വൽ ബ്യൂട്ടി ഇങ്ങനെ പറയാണ്ട് നമുക്ക് നമ്മള് ചെന്ന് അനുഭവിച്ച് ആ വെള്ളച്ചാട്ടം കുടിച്ചിട്ട് നമ്മള് ഇതാക്കേണ്ടതാണ് ഒരു ഇതാണ്. അതുപോലെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസും ആണ്. ടിപ്പു സുൽത്താന്റെ ഒക്കെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. അങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട്, കുറെ ആൾക്കാർക്ക് അറിയില്ല. എന്നാലും നമ്മളെ നാട്ടിലത്തെ ആൾക്കാർ പുറമേന്ന് കുറെ ആൾക്കാർ വരുന്നത് എനിക്ക് തോന്നുന്നത് ഞാൻ അവിടെ പോയപ്പോ നമ്മളിപ്പോ ഈ കൊളത്തൂര് അതുപോലെ തന്നെ MES പടപ്പറമ്പ് ഈ ചുറ്റുഭാഗത്തുള്ളവരാണ് ഈ ഒരു പാലൂർക്കോട്ടന്റെ അടുത്തുള്ള ആൾക്കാർ എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇന്നവിടെ പോയപ്പോ അവിടുന്ന് നമ്മളെ നാട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ അപ്പുറമുള്ളവരടക്കം വന്നിട്ടുണ്ട്. പ്രത്യേകത. അതുപോലെ നമ്മളെ പാലൂർക്കോട്ട് പല ഹിസ്റ്റോറിക്കൽ കഥകളും അതിന്റെ പിന്നിലുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ടിപ്പു സുൽത്താൻ യുദ്ധത്തിന് പോകുന്ന ടൈമില് അവിടെയായിരുന്നു തമ്പടിച്ചിരുന്നത്, പാലൂർക്കോട്ട ഭാഗത്ത്. ഞാനിപ്പോ നമ്മളെ കുട്ടിക്കാലത്താണെങ്കിൽ കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനിപ്പോ അടുത്ത് ഞാനൊരു ഇത് വായിച്ചു, നമ്മളെ കൊളത്തൂർ വാർത്ത കുറെ ഡീറ്റെയിൽ ആയിട്ട് അതില് അതായത് നമുക്കറിയാതെ നമ്മൾ കുട്ടിക്കാലത്ത് കേൾക്കണതല്ലാതെ തന്നെ കുറെ കാര്യങ്ങൾ അതിൽ ഒരു വെബ്സൈറ്റിൽ ഉണ്ട്. കൊളത്തൂർ വാർത്ത അതുകൊണ്ട് കൊളത്തൂർ വാർത്ത.com ആ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് കുറച്ചും കൂടി അറിവ് നമുക്ക് കിട്ടിയത്. പിന്നെ അതേ പറഞ്ഞ മാതിരി തന്നെ അവിടെ ചെലൂർ ഒരു ഗുഹ ഉണ്ട്. ആ ഗുഹയിലാണ് ടിപ്പു സുൽത്താനൊക്കെ തമ്പടിച്ചിരുന്ന ആ ഗുഹയിലാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാനതുവരെ പോയിട്ട് കണ്ടിട്ടില്ല. പക്ഷെ മേജറായിട്ട് നമ്മൾ അവിടെ പോകുന്ന ഉദ്ദേശം ജസ്റ്റ് ആ ഒരു കുന്ന് കയറി ആ വാട്ടർഫാൾസ് ആ വെള്ളച്ചാട്ടത്തിൽ വന്ന് ജസ്റ്റ് ഒന്ന് കുളിച്ച് നമ്മളൊന്ന് പ്രത്യേക ഉന്മേഷം അതൊന്ന് കുളിച്ച് ഇങ്ങനെ ഒന്നാമതെന്താ വെച്ചാല് ഞാനിപ്പോ ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു 12 മണിക്ക് പ്ലാൻ ചെയ്തു. ഞങ്ങൾക്ക് അറിയണമല്ലോ നമ്മള് ചെക്കന്മാരായിട്ട് പ്ലാൻ ചെയ്ത പോലെ കുറച്ച് ഡിലേ ആയിക്കാറ്. 12 മണിക്ക് ഡിലേ ഒന്ന് പ്ലാൻ ചെയ്ത് ഒരു 1:30-2 മണി ആയിക്കണു പാലക്കോട്ടിലെത്തിയപ്പോ. എല്ലാരും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി അവിടെ എത്തിയപ്പോ 2 മണി ആയിക്കണം. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുന്നത് 5 മണിക്കാണ്. അപ്പൊ അവിടെ എത്തിയപ്പോ ഇറങ്ങണമെന്നില്ല, ഫുഡ് കഴിക്കാത്തവരുണ്ട്, ജസ്റ്റ് നോർമൽ ഫുഡ് കഴിച്ചവരുണ്ട്. പക്ഷെ അവിടെ എത്തി വെള്ളച്ചാട്ടത്തേക്കും ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കാം. പക്ഷെ അവിടെ ഉള്ളവര് ഇറങ്ങൂല, കാരണം 1 ടൈം പോയാ ഇരുട്ടാവാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. കാരണം അത്രയും വൈബുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത്. വേനൽക്കാലത്ത് പോയിട്ടൊരു കാര്യമില്ല, അവിടെ ഒരു വെള്ളച്ചാട്ടം എന്നുള്ള ഒരു ഇതുണ്ടാവില്ല. ഒരു മഴക്കാലത്ത് ഭയങ്കര വലിയൊരു വൈബാണത്. പക്ഷെ മഴക്കാലത്ത് പോകുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവിടെ ഭയങ്കര വഴുക്കുകൾ, വലിയ ആൾക്കാരൊക്കെ ചെറിയ കുട്ടികളായിട്ട് കയറുമ്പോ ഒരു ശ്രദ്ധിക്കാറില്ല. നമ്മളൊരു ജസ്റ്റ് മല എന്ന് പറയാറില്ല, ചെറിയൊരു കയറ്റം. അതും ഒരു ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്, പ്രോപ്പർ സ്റ്റെപ്പും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അങ്ങനെ കേറി അവിടെ എത്തുമ്പോൾ ജസ്റ്റ് സൂക്ഷിക്കണം. നമ്മളെ സ്ലിപ്പറൊക്കെ ഭയങ്കര സ്ലിപ്പാവാനുള്ള ചാൻസ് ഭയങ്കരമാണ്. അത് ശ്രദ്ധിക്കണം. പക്ഷെ എന്തോ അവിടെ പ്രത്യേക ഒരു വൈബ്. എന്തായാലും നമ്മള് ഈ അടുത്ത പ്രദേശത്തുള്ള ആൾക്കാർ ഇനി കാണാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് പോയി കാണാൻ അനുഭവം തന്നെയാണ്. കാണാൻ ബാക്കിയുണ്ടോ ചോദിച്ചാൽ നമുക്ക് സംശയമാണ് നമ്മളെ ഈ അടുത്ത. കാരണം പാലൂർക്കോട്ട ഉള്ളത് തന്നെ നമ്മളെ മീൻസ് നമ്മളെ MESന്റെ അവിടെ നിന്ന് കയറി അല്ലെങ്കിൽ പടപ്പറമ്പ റോഡിന് കയറിയിട്ട് ഉള്ള ഒരു സെൻട്രൽ ഭാഗത്താണ് നമ്മളെ പാലൂർക്കോട്ട ഉള്ളത്. അല്ല ഇനിയിപ്പോ നമുക്ക് എന്താ വെച്ചാല് ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ
ഈ മഴക്കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ അത് കാണണം. മിസ്സാവും. കാരണം ഇപ്പൊ ഉള്ള ക്ലൈമറ്റ് പറഞ്ഞാൽ അധികം മഴയില്ല, അപ്പൊ പോകേണ്ട ഒരു സാഹചര്യമാണ്. നമുക്ക് എന്തായാലും പോകാം. ഈ ഓവറായിട്ട് മഴ പെയ്താൽ ആ ഭാഗത്ത് അടുക്കാൻ കഴിയില്ല, ഭയങ്കര ഡേഞ്ചർ. അപ്പൊ എന്തായാലും കാണാൻ ബാക്കിയുള്ളവര് ഈ ഒരു ടൈമിൽ തന്നെ പോവുക, കാണുക. ഇതൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളത്. ആരും മിസ് ചെയ്യാതിരിക്കുക. സമയം തരില്ല, നിർത്തി പോവാണേ, നിർത്താതെ പോവാണേ.